നിങ്ങൾ ഓൺലൈൻ വഴി ഡ്രസ് ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ വീഡിയോ കാണും, ദെൻ എവിടുന്നെങ്കിലും ഒരു പേര് കണ്ടുപിടിക്കും, മോസ്റ്റ്ലി ഗൂഗിൾ ആൻഡ് ChatGPT. ദെൻ നേരെ വണ്ടി സൂറത്തിന് വിടും. അവിടെ ചെന്ന് കുറേ ഡ്രസ്സൊക്കെ നോക്കും, കുറേ പർച്ചേസ് ചെയ്യും, നേരെ നാട്ടിൽ വരും, വീഡിയോ എടുക്കും, പോസ്റ്റ് ചെയ്യും. പക്ഷേ ഒരു ഓർഡറും വരത്തില്ല. ദെൻ കുറേ പേര് അഭിപ്രായം കേൾക്കും, ബാംഗ്ലൂർ നല്ല ഡ്രസ്സ് ഉണ്ട്, നേരെ വണ്ടി എടുത്ത് ചിക്പേട്ട് അല്ലെങ്കിൽ കാതർപേട്ടിലോട്ട് വിടും. അവിടെ നിന്നും കുറേ ഡ്രസ്സ് പർച്ചേസ് ചെയ്യും. പക്ഷേ ഒരു കച്ചവടം നടക്കത്തില്ല. അങ്ങനെ കിളി പോയിരിക്കുമ്പോൾ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി ബ്രോഡ്വേയിൽ നമുക്ക് അനുയോജ്യമായ തുണിത്തരങ്ങൾ കിട്ടുമെന്ന് വന്ന് പറയും. നമ്മൾ നേരെ അങ്ങോട്ട് വിടും. അവിടെ ചെല്ലുമ്പോൾ സത്യമാണ്, നമുക്ക് അനുയോജ്യമായ നമ്മുടെ നാട്ടിൻ്റെ ട്രെൻഡിന് ആവശ്യമായ ഡ്രസ്സുകളെല്ലാം അവിടെ കിട്ടും. പക്ഷേ റേറ്റ് വളരെയധികം കൂടുതലായിരിക്കും. എന്നാലും നമ്മൾ പോയതല്ലേ എന്ന് വെച്ച് കുറേ ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യും, വീഡിയോ എടുക്കും, പോസ്റ്റ് ചെയ്യും. പക്ഷേ ഓർഡേഴ്സ് കുറേ വരും, പക്ഷേ നമുക്ക് മാർജിൻ തീരെ കുറവായിരിക്കും. ആക്ച്വലി ഈ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഡ്രസ് ബിസിനസ് ചെയ്യുന്ന എല്ലാ ക്ലയൻസും എൻ്റെ അടുത്ത് വരുമ്പോൾ പറയുന്നൊരു സ്റ്റോറി. ഒക്കെ നിങ്ങളുടെ ബിസിനസ് സക്സസ് ആയിരിക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു പ്രശ്നമാണ് ലോഗോയുടെ പ്രശ്നം. അതായത് ലോഗോ നെയിം, ലോഗോ ഡിസൈൻ്റെ പ്രശ്നം. നിങ്ങൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എവിടെന്നെങ്കിലും ലോഗോ വർക്ക് ഇടുകയും അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു പേര് ഒപ്പിച്ചിടുകയായിരിക്കും ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ് സക്സസ് ആയി, അപ്പോൾ ഈ ലോഗോ നിങ്ങളുടെ പേരിൽ തന്നെ ആക്കണം, ഇന്ന് ട്രേഡ് മാർക്ക് എടുക്കണം. അപ്പോൾ മോസ്റ്റ് ഓഫ് ക്ലയൻസ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ ആർക്കും ട്രേഡ് മാർക്ക് കിട്ടത്തില്ല, ലോഗോ റീഡിസൈൻ ചെയ്യണം എന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാൻ കണ്ടുവരുന്നത് മോസ്റ്റ്ലി ഈ ലേഡീസ് ബൊട്ടിക്ക് ആയിരിക്കും. ഇവർക്ക് എല്ലാം ഒരു ഫെമിനിൻ ടച്ച് പേരായിരിക്കും ഉള്ളത്. അത് മാത്രമല്ല, എല്ലാ ലോഗോസിലും ഒരു ബട്ടർഫ്ലൈ കാണും, ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക കുറച്ച് പൂക്കൾ കാണും, പിന്നെ പിങ്ക് കളർ മസ്റ്റാണ്. ഇതൊക്കെയാണ് ലേഡീസ് ബൊട്ടിക്കിൻ്റെ ലോഗോ എന്ന് ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, ദെൻ പേരും കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് വരുന്ന ഓൺലൈൻ വഴി ഡ്രസ് ബിസിനസ് നടത്തുന്ന സക്സസ് ആയ ബിസിനസ് ഓണേഴ്സിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു ഓൺലൈൻ ഡ്രസ് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ഒരു കൺസൾട്ടൻ്റെ അടുത്ത് പോയി ആദ്യമേ ഒന്ന് അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. സോ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും.